കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവൻ ആകുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശു പരീക്ഷിതനായി, അവൻ സാത്താനാൽ പരീക്ഷിതനായി. യേശു ഈ ഭൂമിയിൽ കഷ്ടങ്ങൾ അനുഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പരീക്ഷിക്കപ്പെടുന്നവരുടെ, വേദന സഹിക്കുന്നവരുടെ, കഷ്ടങ്ങൾ സഹിക്കുന്നവരുടെ അനുഭവങ്ങൾ യേശുവിന് അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലകളിൽ പരീക്ഷിക്കപ്പെടുന്നവർ, വേദനപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, നിരാശപ്പെടുന്നവർ, അവരെയൊക്കെ സഹായിപ്പാൻ യേശുവിന് കഴിയും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിധമായിട്ടുള്ള ശോധനയിലൂടെ യേശു കടന്നുപോയി. വേദന അനുഭവിക്കുന്നവന്റെ വേദന, വിശക്കുന്നവന്റെ വിശപ്പ്, ദാഹിക്കുന്നവന്റെ ദാഹത്തിന്റെ ആഴങ്ങൾ, രോഗികൾ, ദുഃഖിതർ, എല്ലാവരുടെയും ജീവിതമറിയുന്ന, പ്രശ്നങ്ങൾ അറിയുന്ന യേശു. ഇന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്തായാലും ഇതിൻ്റെ നടുവിൽ വിളിച്ചപേക്ഷിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. വിളിച്ചപേക്ഷിക്കുന്നവനെ അവൻ കൈവിടുകയില്ല. സഹായിപ്പാൻ കഴിവുള്ള കർത്താവത്രേ. അവന്റെ അടുക്കലേക്ക് നിന്റെ വേദനയുമായി, നിന്റെ പ്രയാസങ്ങളുമായി, നിന്റെ പ്രതിസന്ധികളുമായി അടുത്ത് ചെന്നാൽ അവൻ സഹായിപ്പാൻ കഴിവുള്ള നല്ല കർത്താവാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ പരിശുശ്രൂഷയിൽ തൻ്റെ അടുക്കൽ വന്ന വിശന്നവരെ യേശു അറിഞ്ഞു. ആ വിശപ്പോട് അവരെ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു പോകുമെന്ന് യേശുവിന് മനസ്സിലായി. യേശു അവർക്കപ്പം കൊടുത്ത്, മീൻ കൊടുത്ത് അവരെ തൃപ്തിയാക്കി, അവരെ ബലത്തോടെയാണ് യേശു പറഞ്ഞയച്ചത്. യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ യേശുവിന് വിശന്നിട്ടുണ്ട്, അവന് വിശപ്പറിയാം. യേശു ദാഹിച്ചിട്ടുണ്ട്, ദാഹം എന്താണെന്ന് യേശുവിനറിയാം. അതുമാത്രമല്ല, തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന രോഗികൾ, വിവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരുടെ രോഗങ്ങളെ മാറ്റി, ഭൂതാത്മാവിനാൽ പിടിക്കപ്പെട്ടവരുടെ ഭൂതങ്ങളെ മാറ്റി, എത്രയെത്രയോ ജീവിതങ്ങളുടെ കണ്ണുനീരുകളെ യേശു ഒപ്പി. ആ യേശുവിന് നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. രക്തസ്രാവമുള്ള ഒരു സഹോദരിയെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. അവിടെ ജീവിതം ഏതാണ്ട് 10-12 വർഷത്തോളം
അവൾ വൈദ്യന്മാർക്ക് മുതലെല്ലാം മുടക്കി എല്ലാം തീർന്ന് ജീവിതത്തിൽ മരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ട സഹോദരി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ മാത്രം അവർക്ക് അവസരം ലഭിച്ചപ്പോൾ, വിശ്വാസത്തോടെ തൊട്ടപ്പോൾ യേശുവിന്റെ ശക്തി അവളിൽ വ്യാപരിച്ചു. അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്തുമാകട്ടെ, ആരാലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിച്ചു തരുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ്. വിശ്വാസത്തോടെ അവന്റെ അടുക്കിലേക്കൊന്ന് അടുത്ത് ചെല്ലുമോ? യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൽ അതിന്റെ 10, 13, 14 ഒക്കെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതെ, എവിടെയാണ് നീ ഭയപ്പെടുന്നത്? അവിടെ നിന്നെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിപ്പാൻ അവൻ പ്രാപ്തനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നടത്തിയെല്ലാം അവൻ നിന്നെ സഹായിക്കും. നിന്റെ കഷ്ടതയിൽ അവൻ നിന്നെ സഹായിക്കും. രോഗത്തിൽ അവൻ നിന്നെ സഹായിക്കും. നിന്റെ പ്രതിസന്ധികളിൽ യേശു നിന്നെ സഹായിക്കും. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും യേശു നിന്നെ സ്വീകരിക്കും. അവന്റെ അടുക്കിലേക്ക് വിശ്വാസത്താൽ അടുത്ത് ചെല്ലൂ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട്. അവന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ അടുത്ത് ചെല്ലാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. എവിടെയാണ് അവർക്ക് സഹായം ആവശ്യമുള്ളത്, അവിടേക്ക് അവരെ സഹായിക്കണമേ. അവരെ സൗഖ്യമാക്കണമേ, വിടുവിച്ചെടുക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ വചനത്താൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ കെ. സാമുവേൽ.